പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. എൻ്റെ പേര് റാണി. ഞാൻ അബ്ബാസിൽ നിന്ന് വരുന്നു. എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഫ്രണ്ട് രജീഷയാണ് ഈ അഖണ്ഡ ജപമാലയെക്കുറിച്ച് പറഞ്ഞതും ലിങ്ക് അയച്ചു തന്നതും. 2024 ജനുവരി 15 ഞാൻ ബാബുവിനെ വിളിച്ച് എൻ്റെ പ്രാർത്ഥന നിയോഗമായ ക്ലിനിക്കിലെ റിലീസിനെ കുറിച്ച് സംസാരിക്കുന്നത്. 9 വർഷമായിട്ട് ഞാൻ ആ ക്ലിനിക്കിൽ ജോലി ചെയ്യുകയാണ്. 2015 തൊട്ട് റിലീസ് ചോദിച്ചു തുടങ്ങിയതാണ്. റിലീസ് തരത്തുമില്ല, സാലറി കൂട്ടി തരാത്തുമില്ലാത്തൊരവസ്ഥയായിരുന്നു. ബാബുബ്രദർ സംസാരിച്ചപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞത്, യാതൊരു കാരണവശാലും കേസിന് പോകരുത്, ഡോക്ടർ ഇങ്ങോട്ട് റിലീസിനെ കുറിച്ച് സംസാരിക്കുമെന്നാണ്. തുടർച്ചയായി 5 അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുക്കാനും പറഞ്ഞു. കുറഞ്ഞത് 5 ജപമാല ഡെയിലി ചെല്ലാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ജനുവരി 19 തൊട്ട് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്തു. ഫെബ്രുവരി ലാസ്റ്റ് ജപമാല കെട്ടാനുള്ള ക്ലാസ്സിൽ പങ്കെടുത്തു. ഫെബ്രുവരി ലാസ്റ്റ് ക്ലാസ്സിൽ പങ്കെടുത്തു. ജപമാല കെട്ടി തുടങ്ങി. ഒത്തിരി കറക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അത് ലോറൻസ് സുമ ദമ്പതികളാണ് എനിക്കത് ക്ലിയറാക്കി തന്നത്. അങ്ങനെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തപ്പോഴും ജപമാല കെട്ടിയപ്പോഴും അമ്മ മാതാവിൻ്റെ പ്രസൻസ്, സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് വോയിസ് മെസ്സേജിലൂടെ സാക്ഷ്യമായിട്ട് ഗ്രൂപ്പിലിട്ടിരുന്നു. ഈ സമയങ്ങളിലൊക്കെ ഒത്തിരി പ്രതിസന്ധികൾ കൂടി കടന്നു പോകേണ്ടി വന്നു. ആ സമയങ്ങളിൽ ബാബുബ്രദറിനെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ബ്രദർ സങ്കീർത്തനം 61:1-2 വചനം പറ്റുന്നതുപോലെ എഴുതാനും പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നു. വചനം ഇതാണ്: ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായി പാറയിലേക്ക് എന്നെ നടത്തണമേ. ആദ്യ ഉടമ്പടി തീരുന്നതിന് 3 ദിവസം മുമ്പ് ഡോക്ടർ ഇങ്ങോട്ട് റിലീസിനെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ 2 മാസത്തിനുള്ളിൽ NOC ലഭിക്കുകയും ചെയ്തു. പുതിയ ക്ലിനിക്കിലോട്ടുള്ള ലൈസൻസ് ട്രാൻസ്ഫറിനും ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ബാബുബ്രദറിനെ വീണ്ടും വിളിച്ചപ്പോൾ അഖണ്ഡ ജപമാലയിൽ വീണ്ടും തുടർച്ചയായി പങ്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 9 തൊട്ട് വീണ്ടും ഞാൻ പങ്കെടുത്തു തുടങ്ങി. കഴിഞ്ഞ പ്രവൃത്തിയായിട്ട് കൃപാസനത്തെക്കുറിച്ചും ഇവിടെയുള്ള അഖണ്ഡ ജപമാലയെക്കുറിച്ച് പറയുകയും പ്രാർത്ഥിച്ച് ലിങ്ക് ഷെയർ ചെയ്യുകയും കാർഡും ജപമാലയും കൊടുക്കുകയും ചെയ്തു. കൂടാതെ മുടക്കം കൂടാതെ ഇപ്പം ജപമാല കെട്ടുകയും ചെയ്തു വരുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ അനുഗ്രഹത്താൽ തടസ്സമെല്ലാം മാറി പുതിയ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യുകയും വിസ അടിച്ച് കിട്ടുകയും ചെയ്തു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ച ബാബുബ്രദറിനും ഇവിടുത്തെ എല്ലാ ടീം മെമ്പേഴ്സിനും ഈ കൂട്ടായ്മയിലെ ഓരോ വ്യക്തികൾക്കും 1000 നന്ദി. ഇനിയും എന്നെ എൻ്റെ കുടുംബത്തെയും പ്രഭാസനത്തിന് സ്ഥിരം സാക്ഷിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.